ഏറ്റവും സങ്കടകരമായ ഒരു വാർത്തയാണിന്ന് രാവിലെ വരുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, എൻ്റെ മാധ്യമ ജീവിതം തുടങ്ങുന്ന കാലം മുതൽ എനിക്കൊപ്പം സഞ്ചരിച്ച ഒരാൾ നമ്മളെ വിട്ടുപോയി. പ്രശസ്ത മാധ്യമപ്രവർത്തകനും അവതാരകനും സംഗീതജ്ഞനുമായ സനൽ പോറ്റി അന്തരിച്ചു. സനലിന് 55 വയസ്സ് പ്രായമായിരുന്നു. വൃക്കരോഗത്തെ തുടർന്ന് ചികിത്സയിലിരിക്കെയാണ് അന്ത്യം സംഭവിച്ചത്. ആദ്യം നമുക്ക് ഈ അന്ത്യത്തിൻ്റെ വിശദാംശങ്ങൾ തേടാം. ആൻമരിയ സണ്ണി കൊച്ചിയിൽ നിന്നും ടെലിഫോണിൽ ചേരുന്നു. ആൻമരിയ, ഏറ്റവും സങ്കടകരമായ ഒരു വാർത്തയാണ്. വ്യക്തിപരമായി എന്നെ സംബന്ധിച്ചിടത്തോളം സനൽ പോറ്റിയെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരിൽ ഒരാളാണ് ഞാനും. പറയാൻ മരിയ. ഗുഡ് മോർണിംഗ്. തീർച്ചയായിട്ടും വളരെ വേദനിപ്പിക്കുന്ന ഒരു വാർത്ത തന്നെയാണ്. ഏകദേശം 2 വർഷമായിട്ട് അദ്ദേഹം ചികിത്സയിലായിരുന്നു. 2018 മുതലാണ് ആദ്യഘട്ട പക്ഷാഘാതം ഉള്ള രോഗത്തേക്ക് വരുന്നത്. പിന്നീടാണ് അർബുദബാധത്തിലേക്ക് കടക്കുന്നത്. അങ്ങനെ കുറച്ച് നാളുകളായിട്ട് രോഗശൈലിയിൽ തന്നെയായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത്. മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിലൊക്കെ അദ്ദേഹം ചികിത്സ നേടിയിട്ടുണ്ടായിരുന്നു. ഈ ചികിത്സ നേടിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഇന്ന് വെളുപ്പിന് 3:30 അന്ത്യം സംഭവിക്കുന്നത്. നിലവിൽ ഇപ്പോൾ മഞ്ഞുമൽ ആശുപത്രിയിൽ അദ്ദേഹത്തിന്റെ മൃതദേഹമുണ്ട്. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷമായിരിക്കും സംസ്കാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കുക. SKN ഇതിനകത്ത് പറയേണ്ട മറ്റൊരു കാര്യമുണ്ട്. അദ്ദേഹം കുറച്ച് നാളുകൾക്ക് മുൻപ്, ഏകദേശം 1 മാസങ്ങൾക്ക് മുൻപ് ഒരു പോസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹം അതിനകത്ത് ആ പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയായിരുന്നു. ഞാൻ അതൊന്ന് വായിക്കാം. ഇടയ്ക്ക് ആത്മവിശ്വാസം ചോർന്നു പോകുന്നത് പോലെ തോന്നും, ഊർജ്ജം വരണ്ട പോലെ എന്ന് ഒരുപക്ഷെ എനിക്ക് കാളരാത്രിയായിരിക്കും, ശ്വാസം മുട്ടുകൊണ്ട് ഒന്ന് ഉറങ്ങാൻ പോലും പറ്റില്ല, പക്ഷേ പിടിച്ചു നിൽക്കണം, തളരില്ല ഞാൻ എന്നായിരുന്നു അദ്ദേഹം അതിനകത്ത് കുറിച്ചിട്ടുണ്ടായിരിക്കുന്നത്. SKN ആ വാക്കുകളിൽ തന്നെ വ്യക്തമാണ് എത്രത്തോളം ഉണ്ടായിരുന്നു സനൽ പോറ്റി എന്ന് പറയുന്ന ആ മാധ്യമ പ്രവർത്തകന്റെ കരളുറപ്പ് എന്ന് കാണിക്കുന്നതായിരുന്നു ആ പോസ്റ്റ് എന്ന് പറയുന്നത്. അതുമായി ബന്ധപ്പെട്ട് നിരവധിയായിട്ടുള്ള വാർത്തകളും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് ഊർജ്ജം നൽകുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം ഈ മാധ്യമ പ്രവർത്തന ആ കാലഘട്ടം മുതൽ തന്നെ, ആകാശവാണി കാലഘട്ടം മുതൽ തന്നെ അദ്ദേഹം അതിനകത്തുണ്ട്. അത് മാത്രമല്ല മുൻനിര മാധ്യമങ്ങളുടെ എല്ലാം ഗുഡ് മോർണിംഗ് വിത്ത് ഷോയുടെ ഒക്കെ ഒരു വാർത്താ അവതാരകനായിട്ടൊക്കെ മുന്നോട്ട് വന്ന ഒരു വ്യക്തി കൂടിയാണ്. അങ്ങനെ ഒരുപാട് ആളുകളെല്ലാം കൈകോർത്ത് പിടിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ മുന്നോട്ടുള്ള ജീവിതത്തിൽ കൂടി ഉണ്ടായി. ആൻമരിയ സണ്ണിയൊക്കെ ജനിക്കുന്നതിന് മുമ്പും ഒക്കെ തന്നെ ഈ മാധ്യമപ്രവർത്തനം തുടങ്ങിയ ആളാണ് ഈ സനൽ പോറ്റി. നിങ്ങൾക്കറിയാം, സനൽ പോറ്റി ശാസ്ത്രീയ സംഗീതമൊക്കെ പഠിച്ച് മ്യൂസിക് കോളേജിൽ നിന്നൊക്കെ ഇറങ്ങി വന്നതിന് ശേഷം ജീവിതം ഇനി ഇങ്ങോട്ട് എന്ന് ചോദിച്ചപ്പോൾ സനലിന് കിട്ടിയൊരു ഉത്തരമായിരുന്നു ഏഷ്യാനെറ്റിലെ സുപ്രഭാതത്തിൻ്റെ അവതാരകനായി കുറേ കാലം ഏഷ്യാനെറ്റിൽ സുപ്രഭാതം അവതരിപ്പിച്ചു. ഏറ്റവും മിടുക്കനായ അവതാരകൻ എന്ന് മാത്രമല്ല, കർണാട്ടിക് മ്യൂസിക് ആധികാരികമായിട്ട് അറിയാവുന്ന ഒരു അവതാരകൻ, പിന്നെ വളരെ ആളുകൾക്ക് ഭയങ്കര ഇഷ്ടം തോന്നുന്ന രീതിയിൽ സംസാരിക്കുന്ന നല്ലൊരു ശബ്ദസുഖം, ഇതൊക്കെ സനലിൻ്റെ പ്രത്യേകതകളായിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ പ്രശസ്തനായി മാറിയ ഒരു അവതാരകൻ എന്ന നിലയിൽ സനൽ പോറ്റി എന്ന് പറയുന്നത് ഒരു പ്രത്യേക രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന ആളായി മാറി. കുടുംബ പ്രേക്ഷകർക്കൊക്കെ വലിയ താല്പര്യമായിരുന്നു. ഒന്നിച്ച് നമ്മൾ യാത്ര ചെയ്യുകയായിരുന്നു അന്ന്. സനൽ എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയതും സങ്കടപ്പെടുത്തുന്നതായ കാര്യം, മരണത്തിലേക്ക് മടങ്ങുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് സനൽ പോറ്റി എനിക്കൊരു വോയിസ് സന്ദേശം അയച്ചു. ചേട്ടാ, സനൽ പോറ്റിയാണ്. ഞാനും മെഡിക്കൽ ടെസ്റ്റായിരുന്നു 1 മാസമായിട്ട്. ഹാർട്ട് സർജറി എല്ലാം കഴിഞ്ഞു. ഇന്ന് ഡിസ്ചാർജ് ചെയ്തു. ഇനി ഫെബ്രുവരിയിലാണ് ട്രാൻസ്പ്ലാന്റേഷൻ. ഞാനിപ്പോൾ ഒരു വാട്സാപ്പിൽ ഒരു മെസ്സേജ് ഇട്ടിട്ടുണ്ട്. അത് നമ്മുടെ പ്രമോദ് തേവന്നൂർ SMSന്റെ ഗ്രൂപ്പ് ചെയർമാൻ അയച്ചതാ. ഇതൊന്ന് സ്ക്രോളിങ് കൊടുക്കാമോ? നാളെ തിരുവനന്തപുരത്ത് ഒരു ക്വിസ് കോമ്പറ്റീഷൻ നടക്കുകയാണ്. നമ്മുടെ സനൽ പോറ്റി SCMS എന്ന് പറയുന്ന സ്ഥാപനത്തിലെ ഒരു PRO പോലെ ജോലി ചെയ്യായിരുന്നു. അതായത് മെഡിക്കൽ ട്രസ്റ്റിൽ നിന്ന് ഇറങ്ങി ഡിസ്ചാർജ് ആകുമ്പോഴും താൻ വർക്ക് ചെയ്ത സ്ഥാപനത്തിലെ ഒരു കാര്യം സ്ക്രോളായിട്ട് നമ്മുടെ 24 ചാനൽ കൊടുക്കാമോ എന്ന് ചോദിച്ചുകൊണ്ട് അയച്ച ശബ്ദ സന്ദേശമാണത്. എന്നെപ്പോലുള്ള നൂറുകണക്കിന് സുഹൃത്തുക്കൾ സനൽ പോറ്റിയുടെ തിരിച്ചുവരവിനായി കാത്തിരിക്കുകയായിരുന്നു. ഹൃദയ ശസ്ത്രക്രിയ കഴിഞ്ഞു. ഇനി അദ്ദേഹത്തിന് കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ ബാക്കിയുണ്ടായിരുന്നു. അതുകൂടെ പെട്ടെന്ന് ചെയ്യാം. അങ്ങനെ കുറച്ചധികം കാലമായി ഈ രോഗത്തോട് മല്ലിടുകയായിരുന്നു സനൽ പോറ്റി. അവസാനം സനൽ പോറ്റിയുടെ ഹാർട്ട് സർജറിയൊക്കെ വളരെ വിജയമായി കൊച്ചിയിലെ മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിൽ നിന്ന് പുറത്തിറങ്ങി കഴിയുമ്പോൾ മരണം വന്ന് മാടി വിളിച്ചു എന്ന് പറയും. നമുക്ക് അവിശ്വസനീയമായി തോന്നുന്നു. സനൽ, എന്നെപ്പോലെ ഒരുപാട് ആളുകൾ സനലിൻ്റെ ഈ മരണം ഞെട്ടിച്ചിട്ടുണ്ട്. ആദരാഞ്ജലികൾ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.